എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് 4 മാസങ്ങൾക്ക് ശേഷം ഒരുമിച്ചൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് മുമ്പിൽ കുറെ സംഭവങ്ങൾ നിൽക്കുന്നത്, കുറെ അല്ല 3 സംഭവങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഫലൂദ ആൻഡ് ചിക്കൻ ലോലിപോപ്പ് ആണിത്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് വന്നിട്ട് ഫലൂദ ഈറ്റിംഗ് ചാലഞ്ച് ആണ്. ഈ ഒരു ചാലഞ്ച് എങ്ങനെയാന്ന് വെച്ചാല് നമ്മള് ആദ്യം തന്നെ ഈ ഒരു ഫലൂദ തിന്ന് തീർക്കുക. അത് കഴിഞ്ഞ് 2 ലോലിപോപ്പും ഒരാൾക്ക് വീതം 2 ലോലിപോപ്പാണ്. അപ്പൊ ഇത് രണ്ടും ഏറ്റവും വേഗത്തിൽ കഴിച്ചു തീർക്കുന്നവർക്ക് 500 rupees സമ്മാനം. ഹാപ്പി ആയില്ലേ ചക്കരെ? ഞാനും ഹാപ്പി ആയി. ആർക്കായിരിക്കും 500 രൂപ കിട്ടുന്നത് നമുക്ക് നോക്കാം. ദേവുട്ടൻ നേരത്തെ തിന്നാൻ തുടങ്ങി. ദേവുട്ടന്റെ കയ്യിലുള്ളത് ഫ്രൈഡ് ചിക്കൻ ആണ്. അപ്പൊ ദേവുട്ടൻ നേരത്തെ തിന്നാൻ തുടങ്ങി. ദേവുട്ടന് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു, ഫലൂദ വേണ്ടാന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു, ഫ്രൈഡ് മതി. അപ്പൊ നമുക്ക് ഇനി ചാലഞ്ചിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം ഫലൂദ തിന്ന് തീർക്കാം, എന്നിട്ട് ഇതിൽ നിന്ന് 2 ഫ്രൈഡ് ലോലിപോപ്പ് വീതം തിന്ന് തീർക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? ഗെയിം സ്റ്റാർട്ട് ചെയ്യാല്ലേ? ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാല്ലേ? നീ നേരത്തെ സ്റ്റാർട്ട് ചെയ്യും, വലിയ ആരും പറയണ്ട. അപ്പൊ റെഡി? 1 2 3 സ്റ്റാർട്ട്. അപ്പൊ ഇതില് കുറെ സാധനങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട്, അതെല്ലാം കളയേണ്ടതാണ്. കണ്ടില്ലേ? ഇത് നമ്മൾ വാങ്ങിയത് സ്പ്രിംഗിൾ നിന്നാണ്. സ്പ്രിംഗിൾ ഓൺലൈൻ ഡെലിവറി ഫുഡ് ആപ്പിലാണ് നമ്മളിത് വാങ്ങിയത്. Let's eat. പുറത്ത് ഭയങ്കര മഴ, അകത്ത് തണുത്ത ഫലൂദ കൊണ്ടുപോകാൻ പറ്റില്ല. കുറച്ച് എന്റെ വക നിങ്ങൾക്ക് ഇട്ടതാ, എല്ലാവർക്കും
കഥകളി. അപ്പൊ അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മടുത്തു ഗൈസ്. ഇനി കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മളെ ഗെയിം കംപ്ലീറ്റ് ആക്കിയിട്ടാ. ലോലിപോപ്പ് ഉണ്ട്, ലോലിപോപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ലോലിപോപ്പ് അപ്പൊ ലോലിപോപ്പ് 5 പീസസ് ഉണ്ട്. അപ്പൊ നമുക്ക് എത്രയാണ് തിന്നാൻ പറ്റുന്നത് എത്ര തിന്നാം. അത്രയല്ല, ശരിക്കും 2 ആണ്. പറയല്ല. അയ്യോ ഇതന്നെ കഴിഞ്ഞില്ല. അപ്പൊ നമ്മ ഇത് കഴിക്കാൻ പോവുകയാണ്. ഞാൻ എന്തായാലും ഒന്നേ കഴിക്കോട്ടോ, നമുക്ക് ഒന്നേ കഴിക്കാൻ. നമ്മളെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. വെറുതെ ഒരു ചാലഞ്ച് വെച്ചത്. അപ്പൊ നമുക്ക് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ ഒരു കഷ്ണം കഴിച്ചോളൂ. അപ്പൊ നമുക്ക് മയോണൈസ് ഉണ്ടായില്ല, മയോണൈസ് ഉണ്ട്, ടൊമാറ്റോ സോസും ഉണ്ട്. അപ്പൊ ഞാൻ മയോണൈസ് കൂട്ടിട്ടായിരുന്നു. നീയോ മയോണൈസ് വേണ്ട? നിനക്ക് മയോണൈസ് എടുത്തോളൂ. മയോണൈസ് കൂട്ടിട്ട് നമ്മ ഇനി നിന്നെ കാത്തിക്കുന്നില്ല തിന്നല് തുടങ്ങിട്ടാ. ഇപ്പൊ ഞാൻ മയോണൈസിൽ ഡിപ്പ് ചെയ്തു. ഇനി കഴിക്കാൻ പോവുകയാണ്. ഉണ്ടല്ലോ ഞാൻ തന്നെ വിജയിക്കുന്നത്. തീറ്റ കുറക്കേണ്ടതാണ്. തീറ്റ കുറക്കാൻ പറ്റുന്ന സംഭവമല്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് ജയിച്ചില്ല. പറയുന്നുണ്ടായി മയോണൈസ് ഈറ്റിംഗ് ചാലഞ്ച് വെക്കാന്. വേണ്ട വേണ്ട, ഞാൻ വെറുതെ നമ്മ ഛർദ്ദിച്ച് ചത്തോ. അപ്പൊ അങ്ങനെ നമ്മുടെ ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ആരാണ് വിജയിച്ചത്? ചക്കരെ ഞാൻ എന്താ പറയാ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനാണ് വിജയിച്ചത്. ചക്കര വിജയിക്കാത്തതിന്റെ ഒരു കാരണം ഉണ്ടല്ലോ, അതെന്താ പറഞ്ഞ? ഞാൻ ഇന്ന് നല്ല ചിക്കൻ ബിരിയാണി കഴിച്ചു. യെസ്, ചക്കര ഇന്ന് ഉച്ചക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി കഴിച്ചു. അപ്പൊ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടായിട്ടാ അത് വെട്ടി വിഴുങ്ങി. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തൊക്കെ ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മണിവെല്ല അടിച്ചു പൊട്ടിക്കാം. അതന്നെ, മണിവെല്ല അടിച്ചു പൊട്ടിക്കാം. അപ്പൊ നിങ്ങള് പിന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത് തന്നെ വേറൊരു ചാലഞ്ച് ആയിട്ട് വരും. അന്ന് അങ്ങനെ പറഞ്ഞതാണ്, അടുത്ത് തന്നെ വരും എന്ന് പറഞ്ഞിട്ട് 4 മാസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായും വരുമല്ലോ, അടുത്ത് തന്നെ വരും വേറൊരു പുതിയൊരു ചാലഞ്ചുമായിട്ട്. അപ്പൊ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം അല്ലെ? വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ